ഹായ് ഫ്രണ്ട്സ്, സൈക്കിളിന്റെ ഗിയർ മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഗിയർ മാറാനായിട്ട് രണ്ട് ഷിഫ്റ്റേഴ്സ് ഉണ്ട്. വലത് കയ്യിലുള്ള ഷിഫ്റ്റർ ആക്സിലേറ്റർ ആയിട്ട് കണക്കൂട്ടാം, പുറകിലെ ഗിയർ ചേഞ്ച് ചെയ്യാനായിട്ട് കസറ്റിലെ. ഇടത് കയ്യിലുള്ള ഷിഫ്റ്റർ നമുക്ക് പെഡലിലെ ഗിയർ ചേഞ്ച് ചെയ്യാനായിട്ടുള്ളതാണ്. അതിനെ നമുക്ക് ക്ലൈംബ് ആയിട്ടും കണക്കൂട്ടാം. കൂട്ടത്തിൽ വലിയ ഷിഫ്റ്റർ എന്ന് പറയുന്നത് വലിയ പൽചക്രത്തിലേക്ക് ഗിയർ മാറാനായിട്ടുള്ളതാണ്, അതായത് അപ്പ് ഷിഫ്റ്റർ. അതേപോലെ തന്നെ ചെറിയ ഷിഫ്റ്റർ എന്ന് പറയുന്നത് ഡൗൺ ഷിഫ്റ്റർ, ചെറിയ പൽചക്രത്തിലേക്ക് ഇടാനായിട്ടുള്ളത്. ഇനി കസറ്റിലെ വലിയ പൽചക്രം എന്ന് പറയുന്നത് ഒന്നാമത്തെ ഗിയർ, തൊട്ട് താഴെയുള്ളത് രണ്ടാമത്തെ, മൂന്നാമത്തെ. ഒന്നാമത്തെ ഗിയർ എന്തിനാ കയറ്റം കയറാം, രണ്ടാമത്തെ ഗിയർ എന്തിനാ കയറ്റം കയറാം, മൂന്നാമത്തെ ഗിയറോ കയറ്റം കയറാം. 4, 5 ഒക്കെ സോൺ 2 വർക്കൗട്ട്സിന്, 7, 8, 9 ഒക്കെ സ്പോർട്സ് മൂഡിലേക്ക് വരും. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം നേരെ ഓപ്പോസിറ്റ് ആണ് പെഡലുമയുള്ളത്. പെഡലുമയുള്ള ചെറിയ പൽചക്രമാണ് ഒന്നാമത്തെ ഗിയർ. അതായത് ഒന്നാമത്തെ ഗിയർ എന്തിനാ, നമുക്ക് കയറ്റം കയറാൻ വേണ്ടി. ഇനി രണ്ടാമത്തെ ഗിയർ എന്തിനാ, സ്പീഡിൽ പോകാൻ. മൂന്നാമത് ഗിയർ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ഗിയറും സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. ഇനി നമ്മൾ ഒരു കാരണവശാലും ക്രോസ് ചെയിൻ ഇടരുത്. വലിയ പൽചക്രങ്ങൾ തമ്മിലും ചെറിയ പൽചക്രങ്ങൾ തമ്മിലും നമ്മൾ ചെയിൻ ഇടരുത്. ചെയിൻ സമ്മർദ്ദം വന്ന് പൊട്ടിപ്പും. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഗിയർ ചേഞ്ച് ചെയ്യരുത്, പെഡലിന് ബലം കൊടുത്ത് ഗിയർ ചേഞ്ച് ചെയ്യരുത്. കയറ്റം വന്ന സമയത്ത് നമ്മൾ കയറ്റത്തിന് മുമ്പ് സൈക്കിളുമേ ഒന്ന് ഇറങ്ങിയിട്ട് ഗിയർ ചേഞ്ച് ചെയ്യുക. അതായത് ക്ലൈംബിംഗ് റേഷ്യോയിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ കയറ്റം കയറുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? എഞ്ചിൻ അടിക്കാതിരിക്കാൻ വേണ്ടി. നമ്മൾ ബൈക്കിൽ എഞ്ചിൻ അടിച്ച് വണ്ടി നിൽക്കുന്ന പോലെ നമുക്ക് കയറ്റത്ത് ഒരിക്കലും ബലം കൊടുത്ത് ഗിയർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ സ്ഥിരമായിട്ട് ചവിട്ടുന്ന ഗിയർ റേഷ്യോ മനസ്സിലാക്കി വയ്ക്കുകയാണെങ്കിൽ ഏത് സൈക്കിൾ നമുക്ക് എടുത്താലും ആ ഗിയർ റേഷ്യോയിലേക്ക് ഇട്ട് വളരെ ഈസി ആയിട്ട് സൈക്കിൾ ചവിട്ടാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഒരു കാരണവശാലും ക്ലൈംബിംഗ് റേഷ്യോ ഇട്ടിട്ട് റോട്ടിൽ സൈക്കിൾ ചവിട്ടരുത്. സൈക്കിൾ നീങ്ങില്ല, സ്പോർട്സ് മോഡിൽ ഇട്ടിട്ട് കത്തിച്ച് പോയിക്കൊള്ളണം. നമുക്കൊരു സ്ഥലത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എത്തണം. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഇനി നമുക്ക് ലോങ് വീഡിയോയിൽ കാണാം.